ഹായ് ഫ്രണ്ട്സ്. അനുമോള് ഇന്നലെ ഒരു ഫാമിലി ആൻഡ് ഫാൻസ് കൂടിയുള്ള ഒരു മീറ്റപ്പ് നടത്തിയിരുന്നു. ഇത് സംഘടിപ്പിച്ചത് വിനു ആവാനാണ് സാധ്യത. കാരണം വിനു ആണ് ഇത് അവിടെ നിൽക്കുന്നത്, മെയിൻ ആളായിട്ട് നിൽക്കുന്നത് വിനു ആണ്. എന്തിനാണ് ഈ വിനു അനുമോൾ അങ്ങനെ പിന്തുടരുന്നതെന്ന് അറിയുന്നില്ല. കാരണം അനുമോൾക്ക് എപ്പോഴും നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്നത് വിനു കാരനാണ്. ഇയാൾ ഈ മീറ്റപ്പിൻ്റെ കാര്യത്തിലും ഈ ഫാൻസിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് മീറ്റപ്പ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഇയാൾ അവിടെ നിൽക്കുക, അനുമോളുടെ അടുത്ത് നിൽക്കുകയാണ്. ഇവരെ നോക്കിക്കൊണ്ട് എന്തിനാണിത് കൂടുതൽ 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 ആൾക്കാരിലേക്ക് കൂടുതൽ ദേഷ്യങ്ങൾ വരുത്താനും ഈ പി ആറിൻ്റെ കഥ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് ഇയാൾ ശരിക്കും ഇയാളുടെ ആ ഒരു ബിസിനസ്സാണ് നോക്കുന്നത്. പക്ഷെ അനുമോൾക്ക് മനസ്സിലാകുന്നില്ല ഇയാൾ എന്താണ് ചെയ്തു കൂട്ടുന്നതെന്ന്. അയാൾ നെക്സ്റ്റ് സീസണിൽ എര പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെയാണ് ഈ അനുമോളെ കൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ ഈ മീറ്റപ്പിൻ്റെ എല്ലാ റൂമിൻ്റെ ഉള്ളിലും ആൾക്കാർ ഇങ്ങനെ ചുറ്റിരിക്കുന്നു, വിനു അവിടെ നിൽക്കുന്നു, അനുമോളെ നോക്കിക്കൊണ്ട് അനുമോൾ ഇങ്ങനെ ടോക്ക് ചെയ്യുന്നു. വിനു ആണ് നിയന്ത്രിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. വിനു ഇങ്ങനെ ഒരു പാവയുടെ ചരട് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്, എന്നിട്ട് ഇങ്ങനെ തുള്ളിക്കുകയാണ് ചെയ്യുന്നത്. അത് അവസാനം അനുമോൾ പറയുന്നുണ്ട്, ഇനി വിനു വീണ്ടും ഒരു മീറ്റപ്പ് ഏർപ്പെടുത്തുന്നുണ്ട്, അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് വന്നോളൂ, നിങ്ങൾ വീണ്ടും വന്നോളൂ, കുറച്ചുകൂടി വലിയ ഇലാബറേറ്റ് ചെയ്തിട്ടാണ് നടത്തുന്നത്, അതൊക്കെ ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നടന്ന ടോക്കിങ് പറയാം. എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടതെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ഇവരുടെ അടുത്ത് കേട്ടോ. അപ്പോൾ കുറേ ഫാൻസ് ഇരിക്കുന്നുണ്ട് ഒരു റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവർക്ക് അപ്പോൾ അവർ പറയുന്നുണ്ട്, എനിക്ക് അനുമോളെ പണ്ട് ടെമാർപ്പടാർ മുതലേ ഓരോരുത്തരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാർ മാജിക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ടെമാർപ്പടാർ കണ്ടിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ പറയുന്നുണ്ട്, ഈ പി ആർ എന്ന് പറഞ്ഞ സാധനം എന്ന് അയാൾ പറയുമ്പോഴേക്കും അനുമോള് അതിൽ ഇടപെട്ടിട്ട് പറഞ്ഞിട്ട്, 15 ലക്ഷം കിട്ടിയാൽ ഇതാ നിൽക്കുന്നു. അപ്പോൾ വിനു നിന്ന് ചിരിക്കുന്നുണ്ട് അനുമോൾ ഈ പറഞ്ഞു കേട്ടിട്ട്. എന്നിട്ട് പറയണ്ടേ, ഈ പി ആർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, പുറത്ത് പറയാൻ പാടില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ആ വീട്ടിലെത്തുമ്പോഴേക്കും എല്ലാവരുടെ അടുത്തും തുറന്ന് പറഞ്ഞത്. അനുമോള് ശരിക്കും സമ്മതിക്കുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, പിന്നെ ഈ പി ആറിൻ്റെ പ്രശ്നം അന്ന് അവിടെ ആ ഹൗസിൽ വെച്ച് പറഞ്ഞപ്പോൾ അനുമോൾ അന്ന് തല ആട്ടിക്കൊണ്ട് എന്താ പറഞ്ഞത്? നോ, ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല, പി ആറിൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടില്ല, എത്ര ലക്ഷം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എത്ര ലക്ഷം എന്ന് പറയണേക്കാൾ മുന്നേ തന്നെ പറഞ്ഞു, ഇല്ല ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അനുമോൾ പറയാണ്, പി ആർ ഉണ്ട് എന്ന് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു ഞാൻ തന്നെയാണ്. ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു നടന്നു, എനിക്ക് പി ആർ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു നടന്നു. അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം മറ്റുള്ളവരും പറഞ്ഞു എനിക്കും ഉണ്ട് എന്ന് പറഞ്ഞു. ചിലവർ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സത്യസന്ധമായി നിന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അന്ന് ഹൗസിൽ വെച്ചിട്ടൊക്കെ ഒരുപാട് നിരസിച്ച കാര്യങ്ങളാണ്. പിന്നീട് പറഞ്ഞു പി ആർ ഉണ്ട്, 50,000 കൊടുത്തുള്ളൂ. ആ കഥകളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് വീണ്ടും വേറെ കഥയാണ് കൊണ്ടുവരുന്നത്. പി ആർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു നടന്നു വീട്ടിൽ എന്നാണ് പറയുന്നത്. സത്യസന്ധമായി നിന്നു. ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടായാലും പി ആറൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് കപ്പ് കിട്ടിയില്ലേ, അത് മതിയില്ലേ എന്നാണ് അനുമോൾ അവസാനമായി പറഞ്ഞത് കേട്ടോ. എനിക്ക് കപ്പ് കിട്ടി, എനിക്കത് മതി, പി ആർ ഉണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ചെക്കൻ പറയുന്നുണ്ട്, അനുമോൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ മുട്ടയടിക്കുമെന്ന് പറഞ്ഞിരുന്നു, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു അനീഷിന് കിട്ടിയാൽ അവൻ മുട്ടയടിക്കും, അനുമോൾക്ക് കിട്ടിയാൽ അവ മുട്ടയടിക്കും, കിട്ടിയില്ലെങ്കിൽ ഇവ മുട്ടയടിക്കും എന്ന് പറയുന്നു. പിന്നെ 2 കുട്ടികൾ വന്നിരിക്കുന്നത്, അമ്മയും അനിയത്തിയും 2 കുട്ടികളുമുണ്ട്. അപ്പോൾ ഈ കുട്ടികളെടുത്ത് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് അനു ചേച്ചിനെ ഇഷ്ടമായത് ചോദിക്കുമ്പോൾ ഈ കുട്ടികൾ പറയുന്നുണ്ട്, അനു ചേച്ചി നല്ല കോമഡിയാണെന്ന്. അയ്യോ, ഞാൻ എന്നെ കോമഡി കഥാപാത്രമായിട്ടാണോ നിങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതല്ല, എൻ്റെ കോമഡികളൊന്നും ഞാൻ അവിടെ ഇറക്കിയിട്ടില്ല, എനിക്ക് ഫുള്ള് കരച്ചിലായിരുന്നു എന്നൊക്കെ അനു പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു കേട്ടോ, ഞങ്ങൾ കണ്ടത് വെച്ച് സീസൺ 7 വരെ കണ്ടത് വെച്ച് ഏറ്റവും നല്ല പ്ലെയർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ പറയുന്നത്, എന്നേക്കാൾ ഇവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ കപ്പ് നേടിയ വ്യക്തി ബിഗ് ബോസ് ചരിത്രത്തിൽ അനുമോളാന്ന് പറയുന്നത്. പക്ഷെ ദിൽഷയ്ക്ക് അനുമോളേക്കാളും പ്രായം കുറവല്ലായിരുന്നത് കപ്പ് നേടുമ്പോൾ? ഇപ്പോഴല്ലേ ദിൽഷയ്ക്ക് പ്രായം കൂടിയത്. സീസൺ 4 ദിൽഷ അനുമോളേക്കാളും പ്രായം കുറവാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അനുമോൾക്ക് ഇപ്പോൾ 30 ചില വയസ്സായില്ലേ, ദിൽഷയ്ക്കൊന്നും അത്ര ആയിട്ടില്ല, ഇപ്പം ആയിട്ടുണ്ടാവും. അപ്പോൾ അനുമോൾ പറയണത്, ഇനി എന്നേക്കാളും പ്രായം കുറഞ്ഞ പെൺകുട്ടി ആയിരിക്കട്ടെ നെക്സ്റ്റ് കപ്പ് നേടുന്നത് എന്ന് അനുമോൾ പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ ഒരു പെണ്ണ് പറയുന്നുണ്ട്, അനുമോളുടെ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്ന ആ വാല്യൂ അത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ശരി തന്നെയാണ്, അനുമോൾ ഫ്രണ്ട്ഷിപ്പിന് നല്ല വാല്യൂ കൊടുക്കുന്നുണ്ട്, അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പിന്നെ ആ സിംഗപ്പെണ്ണെ എന്നൊക്കെ പറയുമ്പോൾ കോരിത്തിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറഞ്ഞു, ശരിയാണ്, സിംഗപ്പെണ്ണെ എന്ന് നമ്മൾ ലാലേട്ടൻ്റെ അടുത്തിരുന്നിട്ട് കേട്ടിരുന്നു സിംഗപ്പെണ്ണെ എന്നൊക്കെ. പിന്നെ അനുമോൾ പറയുന്നുണ്ട്, ഈ ടെമാർപ്പട
അവിടെ അതായത് ഈ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ സംഭവത്തിൽ സിംഗപ്പണി എന്നുള്ള പാട്ട് എനിക്ക് വെച്ച് തന്നില്ലെങ്കിൽ ഞാൻ അവിടെ തല്ലുകൂടാറുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഒരു പെൺകുട്ടി ഇരുന്ന് പറയുന്നുണ്ട്, അനുമോളോട് എനിക്ക് ദേഷ്യം കാണിക്കുന്നവരുണ്ടല്ലോ, എനിക്കവിടെ വെറുപ്പാണ്. ഞങ്ങൾക്ക് ഫിഷിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ ചേച്ചി ഫിഷ് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ വിൽക്കാൻ വേണ്ടി പോകും. ആ സമയത്ത് ഞാൻ ഫുൾ ടൈം ഇതിരുന്ന് കാണാൻ തുടങ്ങി, അഡിക്റ്റ് ആയിപ്പോയി ഞാൻ അതിൽ. അപ്പോൾ അനുമോളോട് ആരെങ്കിലും ദേഷ്യം കാണിച്ചാണ്ടല്ലോ എനിക്ക് അവരെ പിന്നെ വെറുപ്പ് കൊല്ലാളരിശാന്ന് പറയണ്ടേ. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഇരുന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവസാനമായിട്ട് ലക്ഷ്മി ദേവി പോലെ ആ ലക്ഷ്മി വന്നത് എന്നവർ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അപ്പോൾ ഒരു ഗുരുവായൂരുള്ളൊരു പെൺകുട്ടി പറയുന്നത്, ഞങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു ശരിക്കും കിട്ടണേ കിട്ടണേന്ന്. അത്രയ്ക്കും ഞങ്ങൾ ഓരോ പ്രൊമോ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. പ്രൊമോ വരുമ്പോൾ ഞങ്ങളുടെ നെഞ്ചിടിപ്പാണ്. ചാനമോളെ എല്ലാവരും കുറ്റം പറയുന്നതാണോ തല്ലുകൂടുന്നതാണോ എന്നൊക്കെ ഞങ്ങളുടെ നെഞ്ചിടിപ്പാണെന്ന് പറയണ്ടേ. അപ്പോൾ ഓരോ പ്രൊമോയ്ക്ക് ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനുമോൾ അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് വിഷമം തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദിൽ പറഞ്ഞ അവസാനത്തെ കാര്യമാണ്. അതെനിക്ക് ഭയങ്കര ഷോക്കായി. കാരണം അക്ബറിനെ PR-ൻ്റെ അടുത്തേക്ക് നമ്പർ കൊടുത്തിട്ട് അക്ബറിനെ മോശക്കാരനാക്കണമെന്ന് പറഞ്ഞ ആദിൽ പറഞ്ഞ സംഭവവും, അതുപോലെ തന്നെ അക്ബർ കർമ്മ എന്ന് പറഞ്ഞ കാര്യമാണ് എനിക്ക് ഏറ്റവും അധികം വിഷമം ഉണ്ടാക്കിയത് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിക്കൊള്ളൂ കേട്ടോ. ഓക്കെ, കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇനി ഞാൻ വീണ്ടും വരാം. ഓക്കെ, താങ്ക്